അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പ്രതിസന്ധിയിൽ. തെരച്ചിലിൽ നദിയിൽ നിന്ന് 4 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. ഐബോ ഡ്രോൺ പരിശോധനയിൽ അർജുന്റെ ലോറിയും തടിയും കണ്ടെത്തി. എന്നാൽ അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും ശക്തമായ അടിയൊഴുക്ക് തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും ദൗത്യസംഘം അറിയിച്ചു. അതേസമയം ഡ്രോൺ പരിശോധന രാത്രിയും തുടരും എന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ സ്ഥലത്ത് പെയ്യുന്ന അതിശക്തമായ മഴ ഇതിനും വെല്ലുവിളി ഉയർത്തുകയാണ്. ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാൻ ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചു. ഇന്നത്തെ ദിവസത്തെ തെരച്ചിലിന്റെ സമഗ്ര വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കാം. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൻ്റെ 10ാമത്തെ ദിവസമാണ് പിന്നിട്ടത്. ഇന്നത്തെ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനയായിരുന്നു. ഈ ലോറി കൃത്യമായി കണ്ടെത്തുന്നതിനായി, എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനായി നടത്തിയിട്ടുള്ള പരിശോധനയായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിന് നേതൃത്വം നൽകിയത്. പ്രത്യേക ഡ്രോൺ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് നദിയിൽ ഈ ലോറി എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താനുള്ള പരിശോധന ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തി. ആ പരിശോധനയിൽ ലഭിച്ചത് 4 സ്ഥലത്താണ് മെറ്റലിൻ്റെ ഡിറ്റക്ഷൻ, മെറ്റൽ സിഗ്നലുകൾ ലഭിച്ചത്. മറ്റ് എല്ലാ സാധ്യതകളും എല്ലാം തന്നെ, ലോറിയുടെ വലുപ്പവും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം ഈ 4 ഇടങ്ങളെയും 4 സ്പോട്ടുകളായി മാർക്ക് ചെയ്യുകയും അതിൻ്റെ 3ാമത്തെ സ്പോട്ടിലാണ് ലോറി ഉള്ളത്. 4 സാന്നിധ്യം കണ്ടെത്തിയതിൽ 3ാമത്തെ സ്ഥലത്താണ് ലോറി ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു തിരച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നിട്ട ഘട്ടം എന്ന് പറയുന്നത്. ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം അത് തീരത്ത് നിന്നും, അതായത് റോഡിൽ നിന്നും 60 മീറ്റർ നദിയിലേക്ക് മാറി 9 മീറ്ററോളം ആഴത്തിലാണ് ഈ പറയുന്ന ലോറി, അർജുൻ്റെ ട്രക്ക് ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡ്രോൺ പരിശോധനയിൽ അവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ കണ്ടെത്തേണ്ടതായിരുന്നു. എന്നാൽ ഈ ലോറിയുടെ സമീപത്തൊന്നും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ രാത്രിയും ഇന്ന് ഡ്രോൺ പരിശോധന നടത്തും എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. സൗണ്ട് റേഞ്ചിങ് എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ട് പിന്നെ മാഗ്നറ്റോമീറ്റർ ഉപയോഗിച്ചിട്ട് അപ്പോൾ 3ാമത്തെ ഒരു സ്പോട്ട് വീണ്ടും കിട്ടി. നമ്മുടെ ഒരു ഡ്രോൺ ഫ്ലൈ കുറച്ച് ചെയ്തപ്പോൾ ഇനിയൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ 3ാമത്തെ സ്പോട്ട് നമുക്ക് റെഡിയായി. ഇപ്പോഴും 4ാമത്തെ ഐറ്റം എവിടെയാണ്, അത് കൂടിയുണ്ടോ സെപ്പറേറ്റോ അറിയാൻ പറ്റില്ല. 3 സ്പോട്ട് തന്നെയാണോ അത് ഇനിയൊരു സ്പോട്ട് ഉണ്ടാവോ പറയാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം പൂർത്തിയായെങ്കിൽ കൂടിയും രക്ഷാദൗത്യം പൂർണ്ണമായും ഒരു വേഗത്തിൽ തീർക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ്. ലോറി സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇനി അവിടെ ഇറങ്ങി മുങ്ങി പരിശോധന നടത്തേണ്ടത്, ആഴത്തിൽ പരിശോധന നടത്തേണ്ടത് നേവിയാണ്. നേവിക്ക് അവിടെ മുങ്ങി പരിശോധന നടത്തണമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അടിയൊഴുക്ക്, ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് കുറയേണ്ടതുണ്ട്. 2 നോട്ടാണ് സാധാരണഗതിയിൽ മുങ്ങി പരിശോധന നടത്താൻ കഴിയുന്ന അണ്ടർ വാട്ടർ കറണ്ട് അടിയൊഴുക്ക് എന്ന് പറയുന്നത്. പരമാവധി 3 നോട്ട് വരെ സാഹസികമായി 3 നോട്ട് വരെ മുങ്ങി പരിശോധന നടത്താൻ കഴിയും. എന്നാൽ അതിൽ ഉയർന്ന ഈ നോട്ടിൽ ഈ അടിയൊഴുക്കുണ്ടെങ്കിൽ അവിടെ പരിശോധന നടത്തുക അത്യന്തം ദുഷ്കരമായിരിക്കും. അതിന് മുതിരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയും അടിയൊഴുക്കിനെയും ആശ്രയിച്ചാണ് ഇനി ദൗത്യം എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം മനസ്സിലാവുക. ഉത്തരകന്നഡ ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞതും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാലാവസ്ഥ തന്നെയാണ്. മഴ മാറി നിന്നാൽ മാത്രമേ ഈ ദൗത്യം ഇനി പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ 10ാമത്തെ ദിവസം പിന്നിടുമ്പോൾ ഈ വിദഗ്ധ സംഘത്തിൻ്റെ, ദൗത്യ സംഘങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണങ്ങളിൽ നിന്നും ആകെ വായിച്ചെടുക്കാൻ കഴിയുന്നത്.